കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സാപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻ്ററിൻ മെയിൻ്റനൻസ് അല്ലെങ്കിൽ താൽക്കാലിക ചെലവിനുള്ള ഒരു തുക ലഭിക്കുവാനായിട്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ദിവസം മുതലാണ് അതിൻ്റെ തുക ലഭിക്കുക എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മളൊരു മെയിൻ്റനൻസ് കേസ് ഒരു കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു MP പെറ്റീഷൻ നമ്മൾ ഫയൽ ചെയ്യാറുണ്ടല്ലേ, അല്ലെങ്കിൽ MP എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു CMP പെറ്റീഷൻ അല്ലെങ്കിൽ ക്രിമിനൽ MP പെറ്റീഷൻ നമ്മൾ ഫയൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു CMP ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ അത് കേട്ട് അത് കഴിഞ്ഞതിന് ശേഷം കോടതി എന്ത് ചെയ്യും, വിധിക്കും, ഒരു എമൗണ്ട് വിധിക്കും. അങ്ങനെ ഒരു എമൗണ്ട് വിധിച്ച് കഴിഞ്ഞാൽ ഏത് ഡേറ്റ് മുതൽ ലഭിക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള വിധി ഇങ്ങനെയാണ്: the interim maintenance must be granted from the date of filing of petition എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നാണോ ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ആ ഡേറ്റ് മുതൽ നമുക്ക് എന്ത് കിട്ടും, ആ പെറ്റീഷൻ ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ദ പെറ്റീഷണർ അണ്ടർ സെക്ഷൻ 125 CRPC or 144 BNSS must be granted maintenance from the date of filing of petition. മനസ്സിലായില്ലേ? from the date of filing of petition and not just of passing of order എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്നാണോ കേസ് ഫയൽ ചെയ്തേക്കുന്നത് ആ ഡേറ്റ് മുതൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മുൻകാല പ്രാബല്യത്തോടു കൂടിയിട്ട് മെയിൻ്റനൻസ് എമൗണ്ട് ലഭിക്കുമെന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.